ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 15. സ്വയമേവാത്മനാത്മാനം വേദത്വം പുരുഷോത്തമാ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പദേ. വിവർത്തനം. ഹേ പുരുഷോത്തമ, സർവഭൂതങ്ങൾക്കും ഉത്പത്തി സ്ഥാനവും ദേവന്മാർക്ക് ദേവനുമായ ഭഗവാനെ, ജഗതീശ്വര, അങ്ങേക്ക് മാത്രമേ അങ്ങയുടെ തന്നെ അന്തരംഗ ശക്തിയാൽ അങ്ങയെ അറിയുവാൻ കഴിയുകയുള്ളൂ. ഭാവാർത്ഥം. അർജുനനെയും പിൻഗാമികളെയും പോലെ ഭക്തിയുത സേവനം കൊണ്ട് തന്നോട് ബന്ധപ്പെടുന്നവർക്ക് സുഗ്രാഹ്യനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ആസുര സ്വഭാവികൾക്കും നിരീശ്വരർക്കും അദ്ദേഹത്തെ അറിയാൻ കഴിയുകയില്ല. ഭഗവാനിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്ന ഊഹാപോഹങ്ങൾ കൊടും പാപമാണ്. കൃഷ്ണനെ അറിയാത്തവർ ഭഗവത്ഗീതയെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത്. ഭഗവത്ഗീത കൃഷ്ണന്റെ പ്രസ്താവനകളാണ്. കൃഷ്ണനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാകയാൽ കൃഷ്ണനിൽ നിന്ന് അർജുനൻ ഗ്രഹിച്ചതുപോലെ തന്നെ വേണം അത് മറ്റുള്ളവരും ഉൾക്കൊള്ളുവാൻ. അത് നിരീശ്വരവാദികളിൽ നിന്ന് സ്വീകരിക്കാൻ പാടുള്ളതല്ല. വദന്തി തത്തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനീതി ശബ്ദതേ. ഭാഗവതം 1:2-11. പരമതത്വം 3 ഭാവങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു. വ്യക്തിശൂന്യ ബ്രഹ്മം, സ്ഥാനീയ പരമാത്മാവ്, അന്തിമമായി ഭഗവാൻ. ഇവയാണ് 3 ഭാവങ്ങൾ. പരമതത്വജ്ഞാനത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ ഒരാൾ പരമദിവ്യോത്തമ പുരുഷനെക്കുറിച്ച് അറിയുന്നു. ഒരു സാധാരണ മനുഷ്യനെയോ അവ്യക്തഗത ബ്രഹ്മത്തെയോ സ്ഥാനീയ പരമാത്മാവിനെയോ സാക്ഷാത്കരിച്ച ഒരു മുക്തന് ഭഗവാന്റെ വ്യക്തിത്വം ഗ്രാഹ്യമല്ലെന്ന് വരാം. അങ്ങനെയുള്ളവർ കൃഷ്ണപ്രോക്തങ്ങളായ ഈ ഗീതാസൂക്തങ്ങളിലൂടെ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ചിലപ്പോൾ അവ്യക്തഗതവാദികൾ കൃഷ്ണനെ ഭഗവാനായി അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പ്രാമാണികമായി കരുതുകയും ചെയ്യാറുണ്ട്. എങ്കിലും മുക്തരായ പലർക്കും കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായി ദർശിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അർജുനൻ പുരുഷോത്തമ എന്ന് അഭിസംബോധന ചെയ്യുന്നതും സർവഭൂതങ്ങളുടെയും പിതാവാണ് അദ്ദേഹമെന്ന് അറിയാത്തവർക്കു വേണ്ടി ഭൂതഭാവന എന്ന് കൃഷ്ണനെ സ്തുതിക്കുന്നതും. അത്രയും അറിഞ്ഞാൽ പോലും അദ്ദേഹം സർവ നിയന്താവാണെന്ന് അറിയാത്തവരുണ്ടാകാം. അവരുടെ അറിവിനുതകുന്ന വിധം ഭൂതേശ, എല്ലാവരുടെയും പരമ നിയന്താവ് എന്ന സംബോധനയും അർജുനൻ ഉപയോഗിക്കുന്നു. സമസ്ത ജീവജാലങ്ങളുടെയും പരമ നിയന്താവാണ് കൃഷ്ണൻ എന്ന് അറിയാമെങ്കിലും എല്ലാ ദേവന്മാരുടെയും ഉറവിടമാണ് അദ്ദേഹമെന്നറിയാത്തവരുണ്ടാകാം. അതുകൊണ്ടാണ് ദേവന്മാർക്ക് ആരാധ്യനായ ദേവദേവ എന്ന പദം കൊണ്ട് ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നത്. എല്ലാ ദേവന്മാരുടെയും ആരാധ്യനായ ഭഗവാനാണ് അദ്ദേഹമെന്ന് അറിയാമെങ്കിലും അദ്ദേഹം എല്ലാറ്റിൻ്റെയും പരമോന്നതനായ ഉടമയാണെന്ന് അറിയാത്തവരുണ്ടാകാം. അതുകൊണ്ട് അദ്ദേഹത്തെ ജഗത്പദേ എന്ന് അഭിസംബോധന ചെയ്യുന്നു. അങ്ങനെ കൃഷ്ണന്റെ യാഥാർത്ഥ്യത്തെപ്പറ്റി അർജുനനുണ്ടായ ബോധോദയം ഈ ശ്ലോകത്തിൽ തെളിഞ്ഞു കാണാം. ആ യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ നമുക്കിനി അർജുനനെ പിന്തുടരുകയേ വേണ്ടൂ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.